മരണം സുനിശ്ചിതവും അനിവാര്യവുമാണ്. പാരത്രിക ജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ ചുവടുവെപ്പാണ് മരണം. അതിനാൽ വിശ്വാസി സദാ മരണത്തെ സ്മരിക്കണമെന്നും മരിക്കുന്നത് സദ്വൃത്തനായ നിലയിലായിരിക്കണമെന്നും അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. ലൗകിക ജീവിതത്തിലെ ക്ലേശനിർഭരവും അപകടങ്ങൾ നിറഞ്ഞതുമായ സന്ദർഭങ്ങളെ സഹനത്തിലൂടെ പാപമോചനത്തിനും പ്രതിഫലത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റേണ്ടവനാണ് അവൻ. മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ സിഡിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിദഗ്ധ ഉപദേശ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിച്ചതെങ്കിലും വല്ല പിഴവുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه فرش التراب يضمني وهو غطاء حول الرمال تلفني മരിച്ച ഉടനെ മയ്യത്തിന്റെ തുറന്നിരിക്കുന്ന കണ്ണുകൾ പൂട്ടുകയും ശേഷം അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന് പ്രവാചക വചനങ്ങളിൽ കാണാം. വായ് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ അടച്ച് തുണികൊണ്ട് കെട്ടുന്നത് നല്ലതായിരിക്കും. കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവയവങ്ങൾ ഉറച്ചു പോകാതിരിക്കാൻ കൈകാലുകൾ ഇങ്ങനെ ഇളക്കിക്കൊടുക്കുന്നത് നല്ലതാണ്. കൈകൾ രണ്ടും ചലിപ്പിച്ചതിനു ശേഷം നീട്ടിയാണ് വെക്കേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين കാലുകൾ ചലിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം തുണികൊണ്ട് 2 കാൽപാദങ്ങളിലെയും തള്ളവിരലുകൾ കൂട്ടി കെട്ടുക. വയറിനു മുകളിലായി
ചെറിയ ഭാരമുള്ളതെന്തെങ്കിലും വെക്കുക. ഇത് വയർ വീർത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് ഒരു തുണി കൊണ്ട് മയ്യത്ത് മുഴുവനായും മൂടണം. എന്നാൽ ഹജ്ജിൽ പ്രവേശിച്ച വ്യക്തിയാണ് മരിച്ചതെങ്കിൽ അയാളുടെ മുഖവും തലയും മറക്കുന്നത് പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. മരണവാർത്ത ലഭിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതായത് ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്കു തന്നെ മടങ്ങേണ്ടവരുമാണ്. മയ്യിത്ത് കുളിപ്പിക്കൽ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുളിച്ച് ശരീരം ശുദ്ധിയാക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. മരണശേഷം മറ്റുള്ളവരാണ് ഈ കർമ്മം നിർവഹിച്ചു കൊടുക്കേണ്ടത്. ഇത് മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതുമാണ്. ഇത് ആരും നിർവഹിക്കാത്ത പക്ഷം എല്ലാവരും കുറ്റക്കാരായിത്തീരും. ആരെങ്കിലും നിർവഹിച്ചു കൊടുത്താൽ അവർക്കതിന് പ്രതിഫലം ലഭിക്കുകയും മറ്റുള്ളവർ ആ കുറ്റത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യുന്നു. എന്നാൽ ശുഹദാക്കൾ അഥവാ രക്തസാക്ഷികളെ കുളിപ്പിക്കുവാൻ പാടുള്ളതല്ല. കുളിപ്പിക്കാതെ രക്തം പുരണ്ട വസ്ത്രങ്ങളിൽ തന്നെ അവരുടെ മയ്യത്ത് മറവ് ചെയ്യേണ്ടതാണ്. പുരുഷൻ മരണപ്പെട്ടാൽ പുരുഷനും സ്ത്രീ മരണപ്പെട്ടാൽ സ്ത്രീയുമാണ് കുളിപ്പിക്കേണ്ടത്. എന്നാൽ ഭാര്യയുടെ മയ്യത്ത് ഭർത്താവിനും ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യക്കും കുളിപ്പിക്കാവുന്നതാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നവർ ആ മയ്യത്തിന്റെ അപാകതകൾ പുറത്തു പറയുവാൻ പാടില്ല. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ഒരു മറയുണ്ടായിരിക്കണം. മയ്യത്തിനെ കുളിപ്പിക്കാൻ ഉചിതം പച്ചവെള്ളം തന്നെയാണ്. വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനു വേണ്ടി കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കട്ടിലിന്റെ തലയുടെ ഭാഗം അല്പം ഉയർത്തിയിരിക്കുന്നത് നല്ലതാണ്. കുളിയുടെ പൂർണ്ണരൂപം. കുളിപ്പിക്കുന്നതിനു മുമ്പ് താടിയലിലെയും കാൽ വിരലുകളിലെയും കെട്ടുകൾ അഴിച്ചു മാറ്റണം. كان مزاجها زنجبيلا عينا فيها تسمى